തൊടേണമേ. ആരാധനേ യേശുവേ. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിവസം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൂടുതൽ നിറവും അഭിഷേകവും നമ്മളിലേക്ക് കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ ശക്തി വർദ്ധിക്കുവാൻ വേണ്ടി നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് അടിയങ്ങളുടെ ജീവിതങ്ങളെ മുഴുവനും സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. വചനത്തിൻ്റെ അഭിഷേകം നൽകണമേ. കർത്താവെ, വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ അഗ്നി കത്തിജ്വലിക്കുവാൻ അങ്ങടിയാക്കണമേ. ഞങ്ങളുടെ ഉള്ളിലുള്ള നിരാശയും അവിശ്വാസത്തിൻ്റെ ബന്ധനങ്ങളും അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ തകർന്ന് മാറട്ടെ. എല്ലാ തരത്തിലുള്ള തിന്മകളെയും അന്ധകാര ശക്തികളെയും ശാസിക്കുന്നു. പ്രത്യേകിച്ച് അവിശ്വാസവും നിരാശയും ഞങ്ങൾക്ക് കൊണ്ടുവരുന്ന എല്ലാ തിന്മകളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് ബന്ധിച്ച് കുരിശിൻ്റെ ചുവട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. ഓ കർത്താവ്, ഇപ്പോൾ വചനം കേൾക്കുന്ന സകല മക്കളിലും അത്ഭുതകരമായ വിശ്വാസത്തിന് അഭിഷേകം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ അഭിഷേകങ്ങളും അത്ഭുതകരമായ നിറവും എല്ലാ മക്കളിലേക്ക് ഇപ്പോൾ നിറയട്ടെ. സ്വർഗത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി, വചനത്തിൻ്റെ അഭിഷേക ശക്തി, വിശ്വാസത്തിൻ്റെ പവർ എല്ലാ മക്കളിലേക്ക് ഇപ്പോൾ നിറയട്ടെ. ഹാലേലൂയ, ഹാലേലൂയ. യേശുവേ, അങ്ങയുടെ പരിശുദ്ധമായ നാമത്തെ മഹത്വപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, നിൻ്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ, നിൻ്റെ നാമത്തിൽ അവിശ്വാസത്തിൻ്റെ ചങ്ങലകളെ പൊട്ടിത്തകരട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയമേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെന്ന ഈ ദിവസം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 10-ാമത്തെ അധ്യായത്തിൻ്റെ 46 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു പിറവിക്കുരുടനായ ബർത്തിമേയോസിന് അത്ഭുതകരമായ രീതിയിൽ സൗഖ്യം കൊടുക്കുന്ന ഒരു മനോഹരമായ കാര്യത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. ഈ വചനഭാഗം ഇന്ന് തിരഞ്ഞെടുത്തതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതായത് ഇന്ന് അനേകം മക്കളുടെ ഉള്ളിലുള്ള നിരാശയും പ്രത്യാശയില്ലാത്ത അവസ്ഥകളും അതുപോലെ അവിശ്വാസത്തിൻ്റെ ബന്ധനങ്ങളും വിട്ടുമാറിപ്പോകാൻ യേശുക്രിസ്തുവിൻ്റെ ശക്തമായ വചനത്തിൻ്റെ അഭിഷേകം എല്ലാ മക്കൾക്കും നൽകാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് മർക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിന് 46 മുതലുള്ള വാക്യങ്ങൾ ധ്യാനിക്കുമ്പോൾ കയ്യിൽ ബൈബിളുള്ള എല്ലാവരൊക്കെ തുറന്ന് അവരുടെ ഓരോ വചനത്തിൻ്റെയും അതിശക്തമായിട്ടുള്ള അഭിഷേകം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറഞ്ഞ് ഒരു പുതിയ ശക്തി കൊണ്ട് നിറഞ്ഞ് വിശ്വാസത്താൽ കത്തിജ്വലിക്കുന്നവരായിട്ട് നമ്മൾ മാറ്റപ്പെടാൻ വേണ്ടി നമുക്ക് ഈ ദിവസം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവർ, അവിടെ വചനം ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്. അവർ ജെറീക്കോയിലെത്തി. ജെറീക്കോ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിൻ്റെ പട്ടണമാണ്. ജെറീക്കോയിൽ വെച്ചിട്ടാണ് പഴയ നിയമത്തിലെ ജോഷുവ പ്രവാചകനും കൂട്ടരും ജെറീക്കോ പട്ടണത്തെ തകർത്തത്. ആ ഒരു പട്ടണം തിന്മയുടെ പട്ടണമായിരുന്നു. വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന കൊണ്ട്, സ്തുതിയുടെ പ്രാർത്ഥന കൊണ്ട് തിന്മകളുടെ ആ പട്ടണത്തെ അവർ നശിപ്പിച്ചു. അപ്പോൾ വിശ്വാസത്തിൻ്റെ പട്ടണമാണ് ജെറീക്കോ. ആ ജെറീക്കോ പട്ടണത്തിലേക്ക് യേശു കടന്നു വരികയാണ്. വീണ്ടും ബൈബിൾ പറയുകയാണ്, അവൻ ശിഷ്യരോടും വലിയ ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ടുപോകുമ്പോൾ തിമേയൂസിൻ്റെ പുത്രനായ ബർത്തിമേയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ബർത്തിമേയൂസിൻ്റെ പ്രത്യേകത, വിശ്വാസത്തിൻ്റെ പട്ടണത്തിൽ പ്രവേശിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ അവൻ പലതരത്തിലുള്ള ബന്ധനത്തിലായിരുന്നു. വിശ്വാസത്തിൻ്റെ പട്ടണത്തിൽ അവന് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു. അവനൊരു പിറവിക്കുരുടനായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ അന്ധനായിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് വിശ്വാസത്തിൻ്റെ പട്ടണത്തിൽ പ്രവേശിക്കാനായിട്ട് അനുവാദമില്ല. ഇങ്ങനെ ജെറീക്കോ പട്ടണത്തിൽ പോലും പ്രവേശിക്കാൻ സാധിക്കാതെ പട്ടണത്തിൻ്റെ വെളിയിലിരുന്ന് ഭിക്ഷയാചിച്ചു കൊണ്ടിരുന്ന തകർക്കപ്പെട്ട അവൻ്റെ ജീവിതം നമുക്കൊന്ന് ഓർക്കാം.
എല്ലാ തരത്തിലും തകർന്നവനായിരുന്നു ബർത്തിമയോസ്. കാഴ്ചയില്ല, വെറും ഒരു പിച്ചക്കാരൻ, ഭിക്ഷതണ്ടി ജീവിച്ചിരുന്നവൻ, നഗരത്തിൽ പ്രവേശിക്കാൻ സാധിക്കാത്തവൻ, പുറംകുപ്പായം ധരിച്ചവൻ, അവനാണ് ബർത്തിമയോസ്. ഇങ്ങനെ ഈ ബർത്തിമയോസ് ഒരു സത്യം തിരിച്ചറിയുകയാണ്. യേശു നടന്നു വരുന്നു. അവൻ യേശുവിനെ കുറിച്ച് ഒരുപക്ഷെ കേട്ട് കാണുമായിരിക്കും. പാപികളെ സ്നേഹിക്കുന്നവൻ, ചുങ്കക്കാരുടെ വീടുകളിൽ പോകുന്നവൻ, വേശ്യകളോട് പോലും കാരുണ്യം കാണിക്കുന്നവൻ, രോഗികൾക്ക് സുഖം നൽകുന്നവൻ, കുഷ്ഠരോഗിയൊക്കെ മാറോട് ചേർക്കുന്നവൻ, സ്നേഹനിധിയായ, കാരുണ്യനിധിയായ, കരുണാസമ്പന്നനായ ഒരു യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈ ബർത്തിമയോസ് കേട്ടിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവർ, യേശുവാണ് കടന്നു പോകുന്നതെന്ന് അവൻ അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിക്കുകയാണ്, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ വചനഭാഗം പല പ്രാവശ്യം വായിച്ച് കാണുമായിരിക്കും. ഈ ബർത്തിമയോസിനെ പോലെ ഉച്ചത്തിൽ നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച വ്യക്തികളായിരിക്കും. ബർത്തിമയോസ് ഉച്ചത്തിലാണ് പ്രാർത്ഥിച്ചത്. അവൻ ദാവീദിന്റെ പുത്രനായ യേശുവേ കനിയണമേ എന്നാണ് പ്രാർത്ഥിച്ചതെങ്കിലും അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല. അവന്റെ പ്രാർത്ഥന യേശു ശ്രവിച്ചില്ല. അവനെ കർത്താവ് മൈൻഡ് ചെയ്തില്ല. യേശു വീണ്ടും നടന്നു പോകുകയാണ്. ദൈവം തൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുകയാണെന്നുള്ള ചിന്ത വന്നു. പ്രിയപ്പെട്ടവരെ, ഉച്ചത്തിൽ നിലവിളിച്ച ഈ പാവപ്പെട്ട മനുഷ്യനെ ആൾക്കാർ ശാസിക്കാനും തുടങ്ങുകയാണ്. വചനത്തിൽ എഴുതിയിരിക്കുക, നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. പ്രിയപ്പെട്ടവരെ, നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് പലരും ശകാരിച്ചു. അതിൻ്റെ അർത്ഥം എന്തോന്നാ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കും. പക്ഷേ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്ത നമുക്കുണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉള്ളു തന്നെ നമ്മളെ ശാസിക്കും. ചിലപ്പോൾ മറ്റു വ്യക്തികൾ നമ്മളെ ശാസിക്കും. ചിലപ്പോൾ നമ്മുടെ അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, പങ്കാളിയായിരിക്കാം, മക്കളായിരിക്കാം. അവരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തുകയും ശാസിക്കുകയും ചെയ്യും. ഇത്ര കാലമായി തുടങ്ങിയിട്ട് പ്രാർത്ഥന എന്തേലും വ്യത്യാസമുണ്ടോ, എന്തേലും മാറ്റമുണ്ടോ? ഒരുപക്ഷെ അവരും നമ്മളെ ശാസിക്കും. നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് പലരും ബർത്തിമയോസിനെ ശാസിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഈ ഒരു വലിയൊരു പ്രതിസന്ധി നമുക്കുണ്ടാകും. ഉച്ചത്തിൽ വിളിച്ചിട്ടും എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ അവിടുന്ന് അകന്നു പോകുകയാണല്ലോ എന്നുള്ള ഒരു വലിയ പ്രതിസന്ധി ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ പലരും അഭിമുഖീകരിക്കുന്നുണ്ടായിരിക്കും. നിരാശപ്പെട്ട് പ്രാർത്ഥന നിർത്തിയേക്കാമെന്ന് വിചാരിച്ച് സങ്കടപ്പെടുന്ന വ്യക്തിത്വങ്ങൾ, പലതരത്തിലുള്ള ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുമ്പോൾ ആ പ്രശ്നത്തിലേക്ക് നോക്കി നമ്മൾ ആകപ്പാട് അസ്വസ്ഥനായി ഒരുപക്ഷെ യേശുവിലേക്ക് നോക്കി വിളിച്ചിട്ട് യേശു പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ എന്ന വലിയ സങ്കടം ഒരുപക്ഷെ നമുക്കുണ്ടായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് പലരും അവനെ ശകാരിച്ചു. കഴിഞ്ഞ ദിവസം ഞാനൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. അവൻ കോയമ്പത്തൂര് ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ ധാരാളം ദൈവ ശുശ്രൂഷയോട് താല്പര്യമുള്ളൊരു മകനാണവൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീസസ് യൂത്തിൻ്റെ ശുശ്രൂഷകളൊക്കെ വളരെ ആക്റ്റീവായിട്ട് അവൻ പങ്കെടുക്കുന്നുണ്ട്. ധാരാളം പേരോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ അവൻ പരിശ്രമിക്കുന്നുണ്ട്. ധാരാളം പ്രാർത്ഥന ചൈതന്യം അവനുണ്ട്. പക്ഷേ അവൻ പറയാണ്, അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കർത്താവ് അനുഗ്രഹമൊക്കെ തന്നെങ്കിലും ചിലപ്പോൾ ദൈവശുശ്രൂഷയൊക്കെ ചെയ്യുമ്പോൾ പലരും കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം മതി, ഇതൊന്ന് ഇട്ടെറിഞ്ഞ് പോയേക്കാന്നുള്ള ചിന്ത വരും. കഴിഞ്ഞ ദിവസം പറയാണ്, അച്ഛാ, എൻ്റെ കോളേജിൽ പഠിപ്പിക്കുന്ന മറ്റ് അധ്യാപകർ എന്നെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുക. നീ ഇത്ര കാലമായില്ലേ പ്രാർത്ഥന തുടങ്ങിയിട്ട്, എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, നീ എന്തിനാ എങ്ങനെയൊക്കെ ചെയ്യുന്നത്, ശാസിക്കുകയാണ്. ഈ ബർത്തിമയോസിനെ ആൾക്കാർ ശാസിച്ചു, നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് ശാസിച്ചു. യേശുവിനെ വിളിക്കുന്ന, യേശുവിനോട് പ്രാർത്ഥിക്കുന്ന നിന്നോടും പലരും ശാസനാരൂപത്തിൽ പറയും നിശബ്ദനായിരിക്കാൻ. ബർത്തിമയോസിനോടത് പറഞ്ഞു, നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് പലരും അവനെ ശകാരിച്ചു. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ബർത്തിമയോസ് നിശബ്ദനായിരുന്നില്ല. വചനത്തിൽ പറയാ, അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു. അവൻ ആദ്യം വിളിച്ചത് ഉച്ചസ്വരത്തിലായിരുന്നു. പക്ഷെ ആൾക്കാർ നിശബ്ദരായിരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ കൂടുതൽ ഉച്ചത്തിലാണ് വിളിക്കുന്നത്. അതാണ് പ്രാർത്ഥനയുടെ അടുത്ത സ്റ്റെപ്പ്. വിശ്വാസത്തിന്റെ അടുത്ത മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ആളുകൾ നമ്മളോട് പറയും മിണ്ടാതിരിക്കാൻ, നമ്മുടെ മനസ്സ് തന്നെ പറയും മിണ്ടാതിരിക്കാൻ. പക്ഷേ മിണ്ടാതിരുന്നാൽ യേശു ക്രിസ്തു ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അനുഭവം ഉണ്ടായേല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ കൂടുതൽ ഉച്ചത്തിൽ അവൻ ദാവീദിന്റെ പുത്രനായ യേശുവേ അവൻ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞ ചെറുപ്പക്കാരനോട് പറഞ്ഞ, അച്ഛാ, ഇങ്ങനെ പലരും എന്നെയും ശാസിച്ചെങ്കിലും ഞാനും ആദ്യമൊക്കെ എൻ്റെ മനസ്സിൽ കുറച്ച് സങ്കടവും ഭാരമൊക്കെ ഉണ്ടായി. പക്ഷെ എൻ്റെ ദിവ്യകാരുണ്യ ഈശോയുടെ അടുത്തേക്ക് ഞാൻ ചെന്നു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, കൂടുതൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം, കൂടുതൽ ഉച്ചത്തിൽ നിലവിളിക്കണം, കൂടുതൽ ഉച്ചത്തിൽ യേശുവേ എന്ന് വിളിക്കണം. അവൻ ഇടപെടും, അവൻ ഇറങ്ങി വരും.
ആ ഒരു ബോധ്യത്തോടു കൂടി ആ ചെറുപ്പക്കാരൻ വീണ്ടും തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ വർദ്ധിപ്പിക്കാൻ, വിശ്വാസ ജീവിതത്തെ ജ്വലിപ്പിക്കാനായിട്ട് അവൻ ആരംഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിശബ്ദനായിരിക്കാൻ പലരും പറയുന്ന നിമിഷത്തിൽ ബർത്തിമേയോസ് നിശബ്ദനായിരുന്നാൽ അവന് കാഴ്ചശക്തി തിരിച്ചു കിട്ടുകയില്ലായിരുന്നു. പക്ഷേ അവൻ കൂടുതൽ ഉച്ചത്തിൽ, ആ ഒരു വാക്ക് മറക്കരുത്, കൂടുതൽ ഉച്ചത്തിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ തീക്ഷ്ണതയോടെ, കൂടുതൽ പ്രത്യാശയോടെ, കൂടുതൽ വിശ്വാസത്തോടെ അവൻ യേശുവിനെ വിളിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു പ്രതിസന്ധി ഞാൻ അഭിമുഖീകരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഇടവകയിലെ ശുശ്രൂഷയുണ്ട്. പ്രത്യേകിച്ച് അവിടെ കുറേ പൈസയുടെ കടബാധ്യത വന്നു. അങ്ങനെ ആകപ്പാടെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എന്താണ്, ദൈവം പ്രാർത്ഥന കേൾക്കാത്ത എന്നൊരു ചിന്തയൊക്കെ ഇടയ്ക്ക് മനസ്സിലൂടെയൊക്കെ കടന്നുപോയി. അപ്പോഴാണ് ഈ വചനഭാഗം കർത്താവ് ശക്തമായിട്ട് എന്നെ പഠിപ്പിച്ചത്. ബർത്തിമേയോസ് ഉച്ചത്തിൽ പ്രാർത്ഥിച്ചെങ്കിലും അവൻ്റെ പ്രാർത്ഥന ആദ്യം കർത്താവ് കേൾക്കുന്നില്ല. അവൻ കടന്നു പോകുന്നത് പോലത്തെ ഒരു അനുഭവം. യേശു കടന്നു പോകുകയാണ്, യേശു തൻ്റെ പക്കൽ നിന്നും തൻ്റെ ജീവിതത്തിൽ നിന്നും മാറിപ്പോവുകയാണെന്നുള്ള ചിന്ത ബർത്തിമേയോസിനെ അലട്ടിയിരുന്നല്ലോ. പക്ഷേ അവൻ കൂടുതൽ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ, അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ യേശു അവിടെ നിന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വചനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഈ വചനം ശക്തമായിട്ട് അഭിഷേകമായിട്ട് നിറഞ്ഞു. നീ കൂടുതൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കണം, നീ വീണ്ടും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കണം. ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും, ആര് സഹായിച്ചില്ലെങ്കിലും, നീ കൂടുതൽ ഉച്ചത്തിൽ തമ്പുരാൻ്റെ അടുത്ത് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വരും, ഇടപെടും. പ്രിയപ്പെട്ടൊരു ബോധ്യം കിട്ടിയപ്പോൾ കൂടുതൽ വിശ്വാസത്തിൻ്റെ അഭിഷേകം കർത്താവ് നൽകി. ഈ വചനം കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പലതരം പ്രശ്നങ്ങൾ കാണുമായിരിക്കും. വർഷങ്ങളായിട്ട് വിട്ടുമാറാത്ത ചില ദുസ്തഴക്കങ്ങൾ, ദുസ്വഭാവങ്ങൾ, അതുപോലെ ചില മദ്യപാനത്തിൻ്റെ ബന്ധനങ്ങൾ, കുടുംബത്തിലെ ചില തകർച്ചകൾ, അതുപോലെ കുടുംബ ബന്ധങ്ങളുടെ വിള്ളലുകൾ, അതെല്ലാം ഒരുപക്ഷെ വർദ്ധിച്ചു വരുന്ന പോലെ തോന്നുമായിരിക്കും. ഉച്ചത്തിൽ വിളിച്ചിട്ടും കർത്താവ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെടുന്ന ജീവിതമായിരിക്കും വചനം കേൾക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പറയുകയാണ്, ആ ബർത്തിമേയോസ് അവൻ കൂടുതൽ ഉച്ചത്തിൽ അവൻ നിലവിളിച്ചു, അവൻ വിളിച്ചു, കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു. ഈ ഒരു അഭിഷേകം കർത്താവായ യേശുക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും നൽകാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ വിശ്വാസത്തോടെ യേശുവിനെ വിളിക്കുമ്പോൾ കർത്താവ് നിൽക്കും. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ. നമുക്കറിയാം, മോനിക്ക പുണ്യവതി അതാ ചെയ്തത്. ഈ മോനിക്ക പുണ്യവതിയുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഭർത്താവിൻ്റെ മദ്യപാനം വർദ്ധിച്ചു വരുന്നു, മകൻ്റെ തോന്നിവാസ സ്വഭാവം വേറൊരു സ്ഥലത്ത് വർദ്ധിച്ചു വരുന്നു. രണ്ടിൻ്റെയും ഇടയിൽ കടന്ന് ഞെരുങ്ങിയ ആ പാവപ്പെട്ട സ്ത്രീ എത്രയോ വർഷം പ്രാർത്ഥിച്ചു, പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അവരാദ്യം സങ്കടപ്പെട്ടെങ്കിലും അവർ വിശ്വാസത്തോടെ ഈ ബർത്തിമേയോസ് ചെയ്തതുപോലെ കൂടുതൽ ഉച്ചത്തിൽ, കൂടുതൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തുടർന്ന് ബൈബിൾ പറയാണ്, യേശു അവിടെ നിന്നും യേശു പറഞ്ഞു, അവനെ വിളിക്ക്. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞു, അവനെ വിളിക്ക്. പ്രിയപ്പെട്ടവരെ, തുടർന്ന് ആളുകൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ആൾക്കാർ അവനോട് പറഞ്ഞ 3 വാക്കുകളുണ്ട്. ആളുകൾ ഇപ്രകാരം പറയുകയാണ്, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. 49-ാമത്തെ വാക്യം, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശുക്രിസ്തു നിന്നോടും പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. നീ ധൈര്യമായിരിക്കുക, നീ എഴുന്നേൽക്കുക, ഞാൻ നിന്നെ വിളിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള ഭയങ്ങൾ കാണുമായിരിക്കും, പലതരത്തിലുള്ള ഭാരങ്ങൾ കാണുമായിരിക്കും. യേശു പറയുകയാണ്, നീ ധൈര്യമായിരിക്കുക, നീ അതിൽ നിന്നെല്ലാം നീ എഴുന്നേൽക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, തുടർന്ന് വളരെ മനോഹരമായിട്ട് ബൈബിൾ എഴുതിയിരിക്കുകയാണ്, അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞു. പുറങ്കുപ്പായം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അന്നത്തെ കാലത്ത് കുരുടനായ വ്യക്തി അവൻ ശപിക്കപ്പെട്ട വ്യക്തിയാണ്, സമൂഹത്തിന് വേണ്ടാത്ത വ്യക്തി. പ്രിയപ്പെട്ടവരെ, അവനെ തൊടയല്ല ആരും, അവനെ ആരും സമൂഹത്തിലേക്ക് കയറ്റത്തില്ല. അങ്ങനെ എല്ലാവരാലും അവഗണിക്കപ്പെട്ടവൻ്റെ പുറത്ത് ഒരു കുപ്പായം അവരിട്ട് കൊടുക്കും. ചാക്കിൻ്റെ കുപ്പായം ആയിരിക്കും പലപ്പോഴും അത്. അവൻ്റെ അവഗണനയുടെയും അവൻ്റെ വേദനയുടെയും അവൻ പേറുന്ന ശാപത്തിൻ്റെയും ബന്ധനത്തിൻ്റെയും എല്ലാം പ്രതീകമായി ഒരു പുറങ്കുപ്പായം അവനുണ്ട്. പക്ഷെ യേശു അവനെ വിളിച്ചപ്പോൾ, യേശുവിന് അവന് വേണമെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ അവൻ തൻ്റെ പുറങ്കുപ്പായം അവൻ ദൂരേക്കെറിഞ്ഞു. അവൻ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പുറങ്കുപ്പായം വലിച്ചെറിയാൻ ഇന്ന് യേശുക്രിസ്തു നമ്മളെയും വിളിക്കുകയാണ്.
ഒരുപക്ഷെ നമ്മുടെ അപകർഷതയുടെ എന്നെ ആർക്കും വേണ്ട, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ രോഗിയാണ്, ഞാൻ ശപിക്കപ്പെട്ടവനാണ്, ഞാൻ രക്ഷപ്പെടാൻ പോകുകയില്ല എന്നൊക്കെയുള്ള ചിന്തകളുടെ പുറങ്കുപായം നീ വലിച്ചെറിയണം. കാരണം യേശു നിന്നെ വിളിക്കുന്നുണ്ട്. നീ ധൈര്യമായിരിക്കണം. യേശു നിന്നെ വിളിക്കുന്നുണ്ട്. യേശുവിന് നിന്നെ വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ ചില പാപത്തഴക്കങ്ങളുടെ പുറങ്കുപ്പായായിരിക്കും. ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് വിട്ടുമാറാത്ത ചില ലൈംഗികപരമായ തഴക്കദോഷങ്ങളോ, ചില മദ്യപാനത്തിന് ചില കെട്ടുകളോ, ചില ചീത്ത കൂട്ടുകെട്ടിൻ്റെ ബന്ധനങ്ങളൊക്കെ നിന്നെ മതിക്കുന്നുണ്ടെങ്കിൽ സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഇന്ന് യേശു പറയുകയാണ്, നിന്റെ പുറങ്കുപായം നീ വലിച്ചെറിയും. പ്രിയപ്പെട്ടവരെ, അന്ധൻ അവൻ്റെ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞ് കുതിച്ചു ചാടി. അവൻ്റെ ഉള്ള സന്തോഷം കൊണ്ട് നിറഞ്ഞു. കാരണം ഞാൻ യേശുവിൻ്റെ മകനാണ്, ഞാൻ യേശുവിൻ്റെ ശിഷ്യനാണ്, യേശു എന്നെ വിളിച്ചതാണ്, യേശുവിന് എന്നെക്കുറിച്ച് കരുതലുണ്ട്. ഈ ബോധ്യം ലഭിച്ചപ്പോൾ അവൻ പുറങ്കുപ്പായം ദൂരെ എറിഞ്ഞ് അവൻ കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് എൻ്റെ കാഴ്ച വീണ്ടും കിട്ടണം. പ്രിയപ്പെട്ടവരെ, യേശു അവനോട് പറയുകയാണ്, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. അവൻ യേശുവിനെ അനുഗമിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിനെ അനുഗമിക്കാൻ യേശു നമ്മളെയും വിളിക്കുകയാണ്. യേശു നമ്മളെയും സ്പർശിക്കുന്നു. യേശു നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വരുന്നു. നമ്മുടെ പ്രശ്നം എത്ര വലുതാണെങ്കിലും അതിനേക്കാൾ വലിയവനായ യേശുവിൻ്റെ സന്നിധിയിൽ എളിമയോടും വിനയത്തോടും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആ പുറങ്കുപ്പായെല്ലാം വലിച്ചെറിഞ്ഞ് ഒത്തിരി പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ എന്നെ വിളിക്കുന്ന, എന്നെ പേര് ചൊല്ലി വിളിക്കുന്ന യേശുവിൻ്റെ പക്കലേക്ക് എഴുന്നേറ്റ് ഓടിച്ചെല്ലാൻ തക്ക രീതിയിൽ ഒരു വിശ്വാസത്തിൻ്റെ അഭിഷേകം നിങ്ങളിലേക്ക് നിറയട്ടെ, നമ്മളിൽ ഓരോരുത്തരിലേക്ക് നിറയട്ടെ. കണ്ണുകളടച്ച് നാഥനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ദാവീദിന്റെ പുത്ര യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഉച്ചത്തിൽ വിളിച്ച് ബർത്തിമേയോസിന്റെ ജീവിതത്തിൽ ആദ്യം അങ്ങ് ഇടപെട്ടില്ല, ഞങ്ങളത് മനസ്സിലാക്കുന്നു. പക്ഷേ പലരും അവനോട് നിശബ്ദനായിരിക്കാൻ പറഞ്ഞിട്ടും അവൻ നിശബ്ദനായിരിക്കാതെ അവൻ കൂടുതൽ ഉച്ചത്തിൽ നിന്റെ നാമത്തെ വിളിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് നീ ഇറങ്ങി വന്നതുപോലെ കർത്താവേ, വിശ്വാസത്തോടെ നിന്നെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് അഭിഷേകങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിക്കാൻ, കൂടുതൽ ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ തക്ക രീതിയിലുള്ള ഒരു സ്വർഗത്തിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ബന്ധനങ്ങൾ അഴിയട്ടെ, വിശ്വാസത്തിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ, അവിശ്വാസത്തിൻ്റെ കെട്ടുകൾ വിട്ടുപോകട്ടെ, എല്ലാ തിന്മകളുടെ ബന്ധനങ്ങളും അഴിയട്ടെ. നിശബ്ദനായിരിക്കാൻ പലരും പറഞ്ഞതിൻ്റെയൊക്കെ ഭാരങ്ങളൊക്കെ ഉള്ളിൽ കിടക്കുന്നത് യേശുനാമത്തിൽ വിട്ടുമാറിപ്പോയി വലിയ അഭിഷേകം, ഉറക്കെ പ്രാർത്ഥിക്കാൻ, തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ, കൂടുതൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ അഭിഷേകം എല്ലാ മക്കളിലേക്കും യേശുവിൻ്റെ നാമത്തിൽ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, ദൈവമേ നന്ദി. നിന്റെ നാമത്തിൽ ഈ മക്കളെല്ലാം ആശീർവദിക്കുന്നു. ഈ കാണുന്ന ഓരോ മകനിലേക്കും മകളിലേക്കും അതിശക്തമായ വിശ്വാസാഭിഷേകം ഉണ്ടാകട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. Hallelujah, Maranatha. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മുമ്പിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ സന്നിഹിതനായിട്ടുള്ള ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് ആരാധിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കർത്താവ്, ബർത്തിമേയോസിന് സുഖം കൊടുത്ത കർത്താവ് എൻ്റെ ജീവിതത്തെ സ്പർശിക്കാൻ മതിയായവനാണല്ലോ. നമ്മുടെ ജീവിതങ്ങളെ മുഴുവനും നാഥനെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഓർക്കാം. പെട്ടെന്ന് നിരാശ വരുന്ന സ്വഭാവം, പെട്ടെന്ന് തളർന്നു പോകുന്ന സ്വഭാവം, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള ചിന്തകൾ, പ്രാർത്ഥിച്ചിട്ടും ദൈവം കേൾക്കുന്നില്ലല്ലോ എന്നുള്ള ഭാരം എല്ലാം നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സ്പർശിക്കാൻ മതിയായവനാണ്. കരങ്ങൾ രണ്ടും നാഥൻ്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിരിക്കുന്ന കർത്താവ് തന്നെയാണ് ബർത്തിമേയോസിന് സുഖം കൊടുത്തത്. അതേ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും തൊടാൻ, സുഖപ്പെടുത്താൻ മതിയായവനാണെന്നുള്ള ബോധ്യത്തോടുകൂടി കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിമിഷങ്ങളിൽ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് പ്രാർത്ഥന നിർത്തിപ്പോയിട്ടുള്ള ചില വ്യക്തികൾ ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ നാമത്തിൻ്റെ അഭിഷേകം നിറഞ്ഞ് എല്ലാ തരത്തിലുള്ള നിരാശയും എല്ലാ തരത്തിലുള്ള തെറ്റായ ചിന്തകളും വിട്ടുമാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ പലരും നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ പള്ളിയിൽ പോകുന്നത്, എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എത്രയോ ധ്യാനം കൂടി, എന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നൊക്കെ ചോദിച്ച് നിശബ്ദരായിരിക്കാൻ പറഞ്ഞ് നമ്മളെ ശാസിച്ചതിൻ്റെയൊക്കെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, അവിശ്വാസത്തിൻ്റെ കെട്ടുകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാം അഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ പ്രത്യാശയും വലിയ പ്രതീക്ഷയും നിങ്ങളിലേക്ക് ദൈവം നൽകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള അവിശ്വാസത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞ് കൂടുതൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ, എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം അകന്നു പോകുകയാണല്ലോ എന്ന ചിന്ത വരുമ്പോൾ വീണ്ടും ആ ദൈവത്തിൻ്റെ പക്കലേക്ക് ചെന്ന് ഉറക്കെ കൂടുതൽ ഉച്ചത്തിൽ യേശുവേ എന്ന് വിളിക്കാൻ തക്ക രീതിയിൽ അഭിഷേകം നമുക്കുണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് രോഗികളായ നമ്മുടെ എല്ലാ സ്വന്തക്കാരെയും ബന്ധുക്കളെയും ഒക്കെ കർത്താവിന് കൊടുക്കാം. മദ്യപാനത്തിൽ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തികൾ, ലൈംഗികപരമായ അരാജകത്തിൽ കഴിയുന്ന വ്യക്തികൾ, ഇവരുടെ എല്ലാം ജീവിതത്തിൽ യേശു ക്രിസ്തു ഇടപെടുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടി ഈ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശക്തിയോടുകൂടി കർത്താവിനെ മഹത്വപ്പെടുത്തി ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിൻ്റെ ശക്തി ഈ ഓരോ മകളിലേക്ക് നിറയട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ. ബന്ധനങ്ങൾ അടിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. അവിശ്വാസത്തിൻ്റെ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറി പോകട്ടെ. വിശ്വാസത്തിൻ്റെ അഭിഷേകം സകല മക്കൾക്കുണ്ടാകട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ. Hallelujah, Maranatha. Come, Lord Jesus.